കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 19 ശ്ലോകം 37 ചെയ്തു. അതിൽ വളരെ നല്ലൊരു കാര്യമാണ് ഭഗവാൻ പറയണത്. ദാനം ചാൽ വെറുതെ ആൾക്കാർക്ക് വസ്തുക്കളോ ധനോ കൊടുക്കണതല്ല ദാനം. എന്താ ദാനം? നമ്മളെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും പ്രാണികളെ ദ്രോഹിക്കാതിരിക്കുന്നതാണ് ദാനം. പിന്നെയോ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം പോരാ അതിന്, അതാണ്. പിന്നെയോ തപഹ കാമത്യാഗ, അതെല്ലാം പറഞ്ഞില്ലേ. അതായത് വെറും അങ്ങനെ തപസ്സനുഷ്ഠിക്കലല്ല. ശരിക്ക് തപസ്സെന്ന് പറഞ്ഞു വെച്ചാൽ എന്താ അറിയുമോ, ആഗ്രഹങ്ങളെ ത്യജിക്കലാണ്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കണ തപസ് മാത്രമല്ല, ആഗ്രഹങ്ങളെ ത്യജിക്കലാണ് തപസ്, കാമം. പിന്നെയോ ശൗര്യം എന്ന് പറഞ്ഞാൽ വെറും പരാക്രമമല്ല, എന്താണ്, സ്വാഭാവികമായിട്ടുള്ള വാസനകളെ ജയിക്കുന്നതാണ്. സത്യം എന്ന് പറഞ്ഞാൽ സത്യം പറയാമെന്ന് നമ്മൾ പറയുമല്ലോ, അസത്യമല്ലാത്ത പറയാമെന്ന് മാത്രമല്ല, സർവ്വത്തിലും ഈശ്വരനെ ദർശിക്കലാണ് സത്യം. അത് മാത്രമേ സത്യമുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ. ശരിക്കും എല്ലാറ്റിലും ഈശ്വരനെ കാണുന്നതാണ്, ഈശ്വരൻ മാത്രമേ ഉള്ളൂ, അത് ആണ് സത്യം. അല്ലാണ്ട് നമ്മൾ പറയണ പോലെ അതും സത്യം തന്നെയാണ്. അസത്യമല്ലാത്ത പറയാമെന്ന് മാത്രമല്ല അതിനർത്ഥമുള്ളൂ. ഇതിനൊക്കെ വളരെ ഇൻഡെപ്തായിട്ട് അർത്ഥം നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നു, അല്ലേ. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് എന്താ വെച്ചാൽ ത്യാഗം എന്ന് പറഞ്ഞു, അല്ല തപസ്സ പറഞ്ഞാൽ ആഗ്രഹത്യാഗമാണ്. പിന്നെ ദാനം പറഞ്ഞു വെച്ചാൽ ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കലാണ്. ശൗര്യം എന്ന് പറഞ്ഞാൽ വാസനകളെ ജയിക്കലാണ്, അല്ലേ. ഈശ്വരനെ എല്ലാറ്റിലും കാണൽ തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് 38 ചെയ്യാം കേട്ടോ. ഹൃദം ച സൂനൃതം വാണി കവിഭി പരികീർത്തിത കർമ്മസ്വസംഗമ ശൗചം ത്യാഗസന്യാസ ഉച്യതേ. ഇനി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി എന്താണ് 38 സൂനൃത വാണി, സത്യമായും പ്രിയമായും സംസാരിക്കുന്നത്. അതായത് ഇഷ്ടം, ആരെയും വേദനിപ്പിക്കാതെ സത്യമായും എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന വിധത്തിലും സംസാരിക്കുന്നത് തന്നെ ഹൃദം ച, ഹൃദം എന്നത്. കവിഭി പരികീർത്തിത, ജ്ഞാനികളാൽ പറയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കീർത്തിക്കപ്പെട്ടിരിക്കുന്ന കർമ്മസു അസംഗമഃ, കർമ്മങ്ങളിൽ ഞാൻ കർത്താവാണ് എന്ന അഭിമാനം ഇല്ലാതിരിക്കലാണ് അസംഗമം. ശൗചം, ശൗചം ചാൽ കുളിച്ചിട്ട് പുറത്ത് മാത്രം വൃത്തിയാക്കലല്ല, കർത്തൃത്വം ഇല്ലാതിരിക്കലാണ്. പിന്നെയോ ഇഹാമുത്ര കർമ്മ ഫലത്യാഗമാണ് എന്താ സന്യാസം. ഇഹത്തിലത്തെയും പരത്തിലത്തെയും എല്ലാ കർമ്മഫലങ്ങളും ത്യജിക്കുക. അത് എളുപ്പമല്ലോ സന്യാസം, അല്ലേ. ഇഹത്തിലത്തെയും പരത്തിലത്തെയും ത്യാഗ ഉച്ചതേ, ത്യാഗം എന്ന് പറയപ്പെടുന്നത് എന്ന് ആണ്. അപ്പോൾ ഇതിൽ അതെ കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല, അതിന് ഇൻ ഡെപ്ത് മീനിങ് ഉണ്ടെന്ന് പറയുകയാണ്. എന്താ അറിയോ, ഹൃദം എന്ന് പറഞ്ഞാൽ സത്യവും പ്രിയവും ആയ വാക്കാണ്. വെറും സത്യമല്ല, ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ സത്യം പറയുന്നതാണ്. നമുക്ക് പലതരത്തിലും പറയാലോ ഒരേ കാര്യം തന്നെ. അപ്പോൾ സത്യം തന്നെ ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ പറയുന്നതാണ് ഹൃദം. പിന്നെയോ ശൗചം എന്താ വെച്ചാൽ കർമ്മങ്ങളിലുള്ള അനാസക്തിയാണ് ശൗചം. നമ്മളിപ്പോൾ കുളിച്ചിട്ട് വൃത്തിയാവണത് അല്ല, അല്ലെങ്കിൽ മനഃശുദ്ധി മാത്രമല്ല, കർമ്മങ്ങളോട് മുഴുവൻ വൈരാഗ്യം. ഒരു കർമ്മവും ചെയ്യാനുള്ള അത് ഇതുകൊണ്ട് ജ്ഞാനം കൊണ്ടാണ് കേട്ടോ, മടി കൊണ്ടല്ല. കർമ്മങ്ങളുടെ അനാസക്തിയാണ് ശൗചം. പിന്നെയോ ത്യാഗം എന്നത് ശരിക്കും സന്യാസം തന്നെയാണ്. അതായത് ഈ ജ്ഞാനം എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഇഹത്തിലത്തെയും പരത്തിലെയും എല്ലാ കർമ്മഫലങ്ങളെയും നമ്മളെ ത്യജിക്കുന്നത്. അങ്ങനെ ഹൃദമൊക്കെ നമുക്ക്, ഞാൻ എപ്പോഴും നമ്മൾ കാണുമല്ലോ, ഹൃദവും സത്യവും എന്താണെന്നുള്ള വ്യത്യാസമുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ അത് കേൾക്കണ ആളൊക്കെ വെറും സത്യം ശരിയായിട്ടുള്ള തന്നെയാണ് പറയണത്. പക്ഷെ കേൾക്കണ ആളൊക്കെ അതുകൊണ്ട് വിഷമം ഉണ്ടാവുമോ അല്ലെങ്കിൽ അവർക്ക് പ്രിയാവുമോ എന്നൊന്നും ആലോചിക്കാതെ പറയുന്നത് സത്യം. ഹൃദം എന്ന് പറഞ്ഞാൽ സത്യമാണ് പറയണത്, അത് ദ വേ യു പുട്ട് ഇറ്റ്, ബാക്കിയുള്ളവർക്ക് ദുഃഖമില്ലാത്ത വിധത്തിൽ, വിഷമമില്ലാത്ത തരത്തിൽ, അതാണ് ഹൃദം എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇൻഡെപ്ത് മീനിങ്, ശൗചം ചാൽ
എല്ലാറ്റിലും അനാസക്തി, എന്നാലല്ലേ മനസ്സും കൂടി ശുദ്ധാവുള്ളൂ. കുളിക്കുകയൊക്കെ ചെയ്യുന്നത് ശൗചം തന്നെയാണ്, പക്ഷേ മനസ്സിനെ ശുദ്ധാക്കണമെങ്കിൽ ഒന്നിലൊരു ആഗ്രഹം ഇല്ലാണ്ടാവണമല്ലോ. അപ്പോൾ കർമ്മം ചെയ്ത് ഫലം വേണമെന്നുള്ള, അപ്പോൾ കർമ്മം തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇല്ലാണ്ടിരുന്നാൽ പൂർണ്ണമായിട്ടും പരിശുദ്ധായില്ലോ. പിന്നെ കർമ്മഫലത്യാഗമാണ് ഇവിടെ പറയണത്, സന്യാസം എന്നൊക്കെ പറയണത് കേട്ടോ. സന്യാസ ഉച്ചത എല്ലാ കർമ്മഫലങ്ങളെയും ഇഹത്തിലത്തെയും പരത്തിലത്തെയും. ഹൃദം ച സൂനതാവാണി കവിഭി പരികീർത്തിത കർമ്മസ്വ സംഗമ ശൗചം ത്യാഗ സന്യാസ ഉച്യതേ. 39. ധർമ്മ ഇഷ്ടം ധനം നൃണാം യജ്ഞോഹം ഭഗവത്തമ ദക്ഷിണാജ്ഞാന സന്ദേശ പ്രാണായാമ പരംബലം. ഇനി നൃണാം ഇഷ്ടം ധനം, മനുഷ്യർക്ക് ഇഷ്ടമായ ധനം. ധർമ്മം തന്നെ, അതായത് മനുഷ്യർക്ക് ആവശ്യമുള്ളത് നൽകുന്നത് എന്താണെങ്കിലും, പശു മാത്രമല്ല, അതൊക്കെ ധനം തന്നെയാണ്. ഭഗവത്തമഹ മീൻസ് പരമേശ്വരനായ അഹം യജ്ഞ, ഞാൻ തന്നെയാണ് യജ്ഞം. ദക്ഷിണ യാഗത്തിനായി നൽകുന്ന ദാനം ദക്ഷിണ. ജ്ഞാന സന്ദേശ, അത് ജ്ഞാനം ഉപദേശിക്കുന്നതാണ് ഏറ്റവും നല്ലത് ദാനം. പരംബലം, മനസ്സിനെ അടക്കുന്നതിന് വേണ്ട ബലം. പ്രാണായാമം കൊണ്ട് മനസ്സിനെ അടക്കലാണ് വിചാരിക്കണമെന്ന്. ഇപ്പം ഇതിൽ എന്താ പറഞ്ഞാൽ വെച്ചാൽ യജ്ഞം അതായത് പിന്നെ മനുഷ്യർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ധനം ധർമ്മമാണ്. അതായത് വെറും പശു മുതലായല്ല, എല്ലാവർക്കും ദാനം ചെയ്യാൻ തക്കോണം നമ്മളതിലുണ്ടെങ്കിൽ നമ്മൾ മാത്രം അനുഭവിക്കുകയില്ല, എല്ലാവർക്കും ദാനം ചെയ്യാൻ തക്കോണമുള്ള ധനമാണ്, ശ്രേഷ്ഠമായ ധനമാണ് ധർമ്മം എന്ന് പറയുകയാണ്. ശ്രേഷ്ഠമായ ധനം എന്ന് പറഞ്ഞാൽ നല്ല വഴിയിൽ കൂടി സമ്പാദിച്ച ധനം എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന തരത്തിൽ ഉള്ള സ്വഭാവമുള്ളവരുടെ ധനമാണ് ധർമ്മം. അതായത് നല്ല വേണ്ട വഴിക്ക് സമ്പാദിച്ച ധനം എന്ന് പ്രത്യേകം നമ്മൾ പറയാം, അത് ധർമ്മമാണ്. പിന്നെയോ യജ്ഞം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്, യജ്ഞമൂർത്തിയല്ലേ. അതായത് അതിൻ്റെ അർത്ഥം എല്ലാ യജ്ഞങ്ങളും ഈശ്വര സമർപ്പണമായിട്ട് അനുഷ്ഠിക്കണം. കാരണം യജ്ഞം എന്ന് പറഞ്ഞാൽ ഭഗവാൻ യജ്ഞമൂർത്തിയാണ്, യജ്ഞം രൂപം പോണ്ടതാണ്. അപ്പോൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും ഭഗവത് അർപ്പണമായിട്ട് ചെയ്യണം. അതായത് വെറും ഒരു കർമ്മം ചെയ്ത് ഫലം ലഭിക്കാനായിട്ട് ഒരിക്കലും ഒരു കർമ്മവും ചെയ്യരുത്. എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പണമായി ചെയ്യുമ്പോൾ യജ്ഞമായി തീരും. ബിക്കോസ് ഭഗവാൻ യജ്ഞം തന്നെയാണ്. പിന്നെയോ യജ്ഞത്തിന് സാധാരണ ദക്ഷിണ കൊടുക്കലുണ്ടല്ലോ, അത് ശരിക്കും പറയാച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും സാധനം കൊടുക്കലല്ല, ജ്ഞാനോപദേശമാണ്. വെറും സ്വർണ്ണോ വെള്ളിയോ അല്ലെങ്കിൽ വസ്ത്രമോ കൊടുക്കണതല്ല ശരിക്കും ദക്ഷിണ, ജ്ഞാനോപദേശം തന്നെയാണ് ദക്ഷിണ. പിന്നെ പ്രാണായാമം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രാണായാമം നല്ല ബലമാണെന്ന് പറയണത്. പ്രാണായാമം കൊണ്ട് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കണം, അതാണ് പ്രാണായാമത്തിൻ്റെ ഉദ്ദേശം. അപ്പം അതുകൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സാധന ആയതുകൊണ്ടാണ് പ്രാണായാമ ബലം പ്രാണായാമമാണ് ശ്രേഷ്ഠ ബലം എന്ന് പറയണതാണ്. പരംബലം എന്ന് പറഞ്ഞില്ലേ, പരംബലം പ്രാണായാമം എന്ന് പറയാൻ കാരണം പ്രാണായാമം അനുഷ്ഠിച്ചാൽ മനസ്സിന് ബലം കിട്ടും, മനസ്സിനെ അടക്കാൻ പറ്റും. മനസ്സിനെ അടങ്ങൽ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ അതായത് വാക്കും മനസ്സും ദേഹവും അടങ്ങിയാലേ നമുക്ക് വിരക്തി പൂർണ്ണമാവുള്ളൂ എന്നൊക്കെ ഇതിന് മുമ്പ് പറഞ്ഞുവല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇതിൽ പറഞ്ഞത്. അതായത് നമ്മൾ നല്ല വഴിയിൽ കൂടെ സമ്പാദിച്ച ധനം ധർമ്മമാണ്. പിന്നെയോ യജ്ഞം തന്നെയാണ് ഭഗവാൻ. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനായിട്ട് അർപ്പിച്ചാൽ എല്ലാ കർമ്മങ്ങളും യജ്ഞമായി തീരും. അല്ലാതെ പിന്നെ ദക്ഷിണ പറഞ്ഞാൽ സ്വർണവും വെള്ളിയും വസ്ത്രവും കൊടുക്കലും പശുവിൽ നിന്ന് കൊടുക്കൽ മാത്രമല്ല, ജ്ഞാനോപദേശമാണ്. പിന്നെ പ്രാണായാമം കൊണ്ട് മനോബലം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് പ്രാണായാമം പരംബലം എന്ന് പറഞ്ഞത്. ധർമ്മ ഇഷ്ടം ധനം നൃണാം യജ്ഞോഹം ഭഗവത്തമ ദക്ഷിണാജ്ഞാന സന്ദേശ പ്രാണായാമ പരംബലം. ഈ 40. ഭഗോ മേ ഐശ്വരോ ഭാവോ ലാഭോ മദ്ഭക്തിരുത്തമ വിദ്യാത്മനി ഭിദാബാധോ ജുഗുപ്സാഹി ഹ്രീരകർമ്മസു. ഹേ ഐശ്വര ഭാവ, എൻ്റെ ഈശ്വരഭാവം തന്നെയാണ് ഭാഗ്യം. അതായത് ഈശ്വരാനുകൂല്യം മാത്രമല്ല ഭാഗ്യം, എൻ്റെ ഈശ്വരഭാവം തന്നെ ഭാഗ്യമാണ്. നല്ലത് നമുക്ക് തന്നാലും ചീത്ത തന്നാലും ഈശ്വരൻ്റെ ഭാവം തന്നെ ഭാഗ്യം നമ്മളുള്ളിലുണ്ടെങ്കിൽ. ഭക്തി, എന്നിൽ ഭക്തി തന്നെയാണ് ഉത്തമമായിട്ടുള്ള ലാഭം.
നല്ല അനന്യഭക്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ലഭിക്കാനില്ല നമുക്ക്. ആത്മനിഭിദാബോധ, ആത്മാവിലിരിക്കുന്ന ഭേദം ഇല്ലാക്കുന്നതാണ് വിദ്യ. അതായത് പിന്നെ നാനാത്വബോധം ഇല്ലാതാക്കുന്നതാണ് വിദ്യ. ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞ് ആത്മാവിൽ വർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് വിദ്യ. അകർമ്മസു ജുഗുപ്സ, നല്ലതല്ലാത്ത കാര്യങ്ങളിൽ വെറുപ്പ്, അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ വെറുപ്പ് വരുന്നതാണ് ലജ്ജ. ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നതാണ് ലജ്ജ. നമ്മൾ വിചാരിക്കണം ലജ്ജയല്ല, അത് മുമ്പും പറഞ്ഞുവല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തെ എന്താ പറഞ്ഞു വെച്ചാൽ, ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ഐശ്വര്യാദി ഭഗങ്ങളുമാണ് ഭാഗ്യം. ഐശ്വര്യം, യശസ്, നമ്മളില്ലേ ആ 6 ഭഗങ്ങളുണ്ടല്ലോ, ആ 6 ഭഗങ്ങളൊക്കെ തന്നെയാണ് ഭാഗ്യം. പിന്നെയോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ലാഭം ഏതാണ്? ഭക്തി. ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ലാഭം എന്നിലുള്ള ഭക്തിയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അതിലും കൂടുതലായിട്ടൊരു ലാഭം ഒരാൾക്ക് അനന്യഭക്തി എന്നിലുണ്ടാവുകയാണെങ്കിൽ ആ ആൾക്കാണ് ശ്രേഷ്ഠമായിട്ടുള്ള ലാഭം ലഭിച്ചിരിക്കണമെന്ന്. അല്ലാതെ പുത്രനും ധനവും പുത്രാദികളും ഗൃഹമൊന്നുമല്ല എന്താ പറയുക, അതൊന്നുമല്ല ഏറ്റവും ലാഭം. എനിക്ക് ലാഭമായി എന്ന് നമ്മൾ പറയണത് അതൊന്നുമല്ല. ഏറ്റവും നമുക്ക് ലഭിക്കുന്ന ലാഭം ഭഗവാനിൽ ഉണ്ടാകുന്ന അനന്യഭക്തിയാണ്. പിന്നെയോ നമുക്ക് ആത്മാവിലെ ഭേദഭാവന ഇല്ലാതെയാക്കുന്ന ഏത് ജ്ഞാനാണോ അതാണ് വിദ്യ. ഏതാണ് വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നമുക്ക് ഭേദബുദ്ധി ഇല്ലാതെയാക്കലാണ്. ഏതാണ് നമ്മുടെ ആത്മാവിലെ ഭേദഭാവനയെ ഇല്ലാതാക്കുന്നത്? അതാണ് ശരിക്കും വിദ്യ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ജ്ഞാനം മാത്രമല്ല. പിന്നെ അജ്ഞാനം അനുഭവം തന്നെ വേണമല്ലോ. അതാണ് ഭേദഭാവന വേണമെങ്കിൽ ശരിക്കും വിജ്ഞാനം തന്നെയാണ്. എന്താ പറയുക, ഈ വിദ്യ പറഞ്ഞാൽ വിജ്ഞാനം തരേണ്ടതാണ് വിദ്യ. ജ്ഞാനം പോരാ. അതാണ് വിജ്ഞാനം വെച്ചാൽ നമുക്ക് ആ ഭേദഭാവന നീങ്ങണേ. അങ്ങനെ എന്താണ് തരണേ, ഏത് വിദ്യയാണ് അത് തരണേ വെച്ചാൽ അതാണ് വിദ്യ. പിന്നെയോ അരുതാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ലജ്ജയാണ് ശരിക്കും ലജ്ജ. നമ്മൾ വിചാരിക്കണ ലജ്ജയല്ല, അരുതാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള എന്താ പറയുക, തയ്യാറില്ലായ്മയാണ് ലജ്ജ. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞത്. ഭഗോ ഐശ്വരോ ഭാവോ ലാഭോ മദ്ഭക്തിരുത്തമ വിദ്യാത്മനിഭിദാബോധോ ജുഗുപ്സാ ഹ്രീരകർമ്മസു. ഇനി 41 അതെ. അപ്പം 41 ശ്രീർഗുണ നൈരപേക്ഷ്യാദ്യാഹ സുഖം ദുഃഖ സുഖാത്യയഃ ദുഃഖം കാമസുഖാപേക്ഷ പണ്ഡിതോ ബന്ധമോക്ഷവിദ്. നൈരപേക്ഷ്യാദ്യാഹ ഗുണാഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത, അതായത് ഒന്നിലും ആഗ്രഹമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഗുണങ്ങൾ. ശ്രീഹി, അതായത് അതാണ് ഒരാൾക്ക് നല്ല ശ്രീ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഒന്നിലും വലിയ ആഗ്രഹമില്ലാത്ത ആളെയാണ് ശ്രീ ഉണ്ടെന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് വേണ്ട പറയാം നല്ല തൃപ്തി ഉള്ളതിൽ തൃപ്തി ഉള്ളതിനെയാണ് ശ്രീ എന്ന് പറയുക. അല്ലെങ്കിൽ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്തതാണ് ശ്രീ. ദുഃഖസുഖാത്യയ സുഖം, സുഖദുഃഖങ്ങളെ ചിന്തിക്കാതിരിക്കുന്നതാണ് സുഖം, അല്ലാതെ ഭോഗങ്ങൾ അനുഭവിക്കലല്ല. സുഖദുഃഖങ്ങളെ പറ്റിയൊന്നും ചിന്തയില്ല, ഇൻഡിഫറൻ്റാണ്. സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരുപോലെ, അതാണ് സുഖം എന്ന്. അതായത് ആ ഒരു ഭേദഭാവന ഇല്ലാതിരിക്കുക ഇനി. കാമസുഖാപേക്ഷ ദുഃഖം, ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ മോഹിക്കുക, സാധിക്കാതിരിക്കുക, അതാണ് ദുഃഖം. ആഗ്രഹങ്ങളെ ദുഃഖമാണെന്ന്. ദുഃഖം വെച്ചാൽ നമ്മൾ വിചാരിക്കണം, നമ്മളിപ്പോൾ പറയണ ദുഃഖം മാത്രമല്ലാന്ന്. എല്ലാം ഓരോന്നും ആഗ്രഹിക്കുക എന്നിട്ട് സാധിക്കാതിരിക്കുമ്പോഴുള്ള ദുഃഖം. ബന്ധമോക്ഷവിദ്, ബന്ധമോക്ഷങ്ങളെ അറിഞ്ഞവൻ തന്നെ ആണ് പണ്ഡിതൻ. ശാസ്ത്രം പഠിച്ചാൽ പോരാ, ബന്ധമോക്ഷം എന്താണെന്ന് അറിയണം.
അതും കൂടി വെറുതെ ഇങ്ങനെ വായിച്ച് മറിഞ്ഞാൽ പോരാന്നാണ് ഒരു പണ്ഡിതനെ എന്താണെന്നാണ് അത് പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള അർത്ഥം പറയണത്? ഒന്നിലും ആസക്തി ഇല്ലായ്മ തന്നെയാണ് ശ്രീ എന്ന് പറഞ്ഞാൽ. ശ്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളതിൽ തൃപ്തി, ഇനിയും കൂടുതൽ കൂടുതൽ വേണമെന്ന ആഗ്രഹമില്ലായ്മയാണ് മഹാലക്ഷ്മി എന്ന് പറയാം ശ്രീ എന്ന് പറഞ്ഞാൽ. അതാണ് ഉള്ളതിൽ തൃപ്തി. അപ്പോൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ധനം ഉണ്ടാവുന്നല്ലാത്രേ, നമുക്ക് ഉള്ളതിൽ നല്ല സംതൃപ്തി ഉണ്ടാവും. അതന്നെയാണ് ഇപ്പോൾ ഇവിടെയും പറഞ്ഞത്. പിന്നെയോ സുഖം എന്നത്, സുഖത്തിനെ ദുഃഖത്തിനെ പറ്റി നമ്മൾ വേവലാതിപ്പെടാതിരിക്കലാണ് സുഖം. സുഖോ ദുഃഖോ പറ്റി ആലോചിച്ച് വേവലാതി, അല്ലെങ്കിൽ ഇൻഡിഫറൻസാണ്. സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരുപോലെ അതിനെ അഭിമുഖീകരിക്കുന്നതാണ് സുഖം. അപ്പം അങ്ങനെയും പറയാം അല്ലേ? സുഖദുഃഖങ്ങളെ രണ്ടിനെയും പറ്റി ആലോചിക്കാതിരിക്കുന്നതാണ് സുഖം. പിന്നെയോ ദുഃഖം എന്നത് എന്താണ്? ഓരോ കാര്യങ്ങൾ എനിക്ക് വേണം 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 എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുക, അതന്നെയാണ് ദുഃഖം. പിന്നെയോ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ബന്ധനം എന്താണെന്നും മോക്ഷം എന്താണെന്നും അറിയുന്നവനാണ്, അല്ലാതെ വെറും പുസ്തകപ്പുഴു അല്ല എന്ന്. പുസ്തകം വായിച്ചിട്ട് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ശരിക്കും എന്താണ് നമ്മളെ ഈ സംസാരമായിട്ട് ബന്ധിപ്പിക്കണമെന്നും ഈ സംസാരത്തിൽ നിന്ന് മുക്തി നേടി മോക്ഷം ലഭിക്കാൻ എന്താണ് വേണ്ടതെന്നും ശരിക്കും അറിയാവുന്ന ഒരാളാണ് പണ്ഡിതൻ. ശ്രീർഗുണ നൈരപേക്ഷ്യാദ്യാഹ സുഖം ദുഃഖ സുഖാത്യയ ദുഃഖം കാമസുഖാപേക്ഷ പണ്ഡിതോ ബന്ധമോക്ഷവിദ്. ഞാൻ വേറെ ദിക്കിൽ വായിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് സുഖങ്ങളുടെ ഇടയ്ക്കുള്ള സമയമാണ് ദുഃഖം, രണ്ട് ദുഃഖങ്ങളുടെ ഇടയ്ക്കുള്ള സമയമാണ് സുഖം. അത്രയേ ഉള്ളൂ. അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. കാരണം സുഖവും ദുഃഖവും എല്ലാവരുടെ ജീവിതത്തിലും വന്നും പോയും കൊണ്ടിരിക്കും. അപ്പോൾ പ്രതികൂല അനുഭവം എന്താണ് അനുകൂല അനുഭവമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനൊന്നും അത്ര സാരാക്കണ്ട. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സുഖം എന്നുള്ളതിന് രണ്ട് ദുഃഖത്തിൻ്റെ ഇടയ്ക്കുള്ള സമയത്തിനെ പറയാം, രണ്ട് സുഖത്തിൻ്റെ ഇടയ്ക്കുള്ള സമയത്തിന് ദുഃഖം എന്നും പറയാം എന്നൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ വേറെ എവിടെ കേട്ടോ. ഇനി വരെ ഇനി 41 വായിച്ച് 42 പോകാം. ശീർഗുണ വായിച്ചു തോണ്ടല്ലേ. നൈരപേക്ഷ്യാദ്യ സുഖം ദുഃഖസുഖാത്യയ ദുഃഖം കാമസുഖാപേക്ഷ പണ്ഡിതോ ബന്ധമോക്ഷവിദ്. 42 മൂർഖോ ദേഹാദ്യഹം ബുദ്ധി പന്ഥ മന്നിഗമസ്മൃത ഉത്പതശ്ചിത്തവിക്ഷേപ സ്വർഗസത്വഗുണാദയി. ഇനി എന്താ അതിൽ പറഞ്ഞാൽ ദേഹാദ്യഹം ബുദ്ധി മൂർഖ. എനിക്ക് ദേഹാഭിമാനി, ഞാൻ ദേഹമാണെന്ന് അഭിമാനിക്കുന്നത് തന്നെയാണ് മൂർഖത്വം. ആരാണ് മൂർഖൻ? ഞാൻ ദേഹമാണെന്ന് അഭിമാനിക്കണവർ. നമ്മളൊക്കെ ദേഹാഭിമാനികളാണ്. നമ്മളൊക്കെ മൂർഖന്മാരാണ് ഭഗവാന്റെ ഇതിൽ. നമ്മൾ ആത്മാവാണെന്ന് അറിയുന്നവരെ നമ്മൾ മൂർഖത്വം നമുക്കുണ്ട്. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ദേഹാദ്യഹം ബുദ്ധി മൂർഖ. ദേഹാദികളിൽ ഞാനെന്ന എൻ്റേതെന്നും ബുദ്ധിയുള്ളവരൊക്കെ മൂർഖന്മാർ. പിന്നെയോ മന്നിഗമഃ പന്ഥ സ്മൃത. എന്നെ പ്രാപിക്കാൻ സഹായിക്കുന്ന, അതായത് എന്നിലേക്കുള്ള മാർഗമാണ് നിവൃത്തിമാർഗം എന്ന്. ആ നിവൃത്തിമാർഗ്ഗമാണ് ശരിയായിട്ടുള്ള മാർഗം. ബാക്കി എല്ലാ മാർഗങ്ങളും തെറ്റായിട്ടുള്ള മാർഗങ്ങളാണ്. ഏത് മാർഗമാണ് എന്നിലേക്ക് എത്താൻ സഹായിക്കുന്നത്? ഭഗവാൻ പറയുകയാണ്, ഏത് മാർഗമാണ് എന്നെ പ്രാപിക്കാൻ സഹായിക്കുന്നത് അത് മാത്രമേ ശരിയായ മാർഗമുള്ളൂ. മന്നിഗമഃ പന്ഥാസ്മൃത. എന്നെ പ്രാപിക്കാൻ സഹായിക്കണ ആ മാർഗമാണ് നമ്മൾ നിവൃത്തി മാർഗം എന്ന് അല്ലെങ്കിൽ പറയണത്. ഇനി ഉത്പഥ ചിത്തവിക്ഷേപ സ്വർഗ സത്വഗുണോദയ. തെറ്റായ വഴി, അതായത് എന്നിൽ നിന്ന് അകന്നു പോകുന്ന വഴിയാണ് പ്രവൃത്തി മാർഗം. എന്നെ പ്രാപിക്കാനുള്ള വഴിയാണ് നിവൃത്തി മാർഗം. എന്ന് വെച്ചാൽ ഈ സംസാരത്തിന് നിവൃത്തി എന്നാണ് അർത്ഥേ. നിവൃത്തി മാർഗത്തിൻ്റെ അർത്ഥം സംസാരത്തിന് നിവൃത്തി ആയിട്ട് ഭഗവാനെ പ്രാപിക്കാമെന്നാണ്. അപ്പോൾ എന്നിൽ നിന്ന് അകന്നു പോകുന്ന ഭൗതിക മാർഗമാണ് പ്രവൃത്തി മാർഗം. തെറ്റായ വഴി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത ഭൗതിക മാർഗമാണ് പ്രവൃത്തി മാർഗം. അല്ലാതെ കള്ളന്മാർ നടക്കണ വഴി എന്നല്ല അർത്ഥം. പിന്നെയോ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദി ലോകമല്ല. നമുക്ക് സത്വഗുണം നല്ലോണം വർദ്ധിക്കുമ്പോൾ നമ്മൾ സ്വർഗ്ഗസുഖം അനുഭവിക്കും മനസ്സിൽ. അതാണത്രേ സ്വർഗം.
ഇന്ദ്രാദി ലോകത്തിനെ സ്വർഗം എന്ന് പറയും. പക്ഷേ സത്വഗുണം വർദ്ധിക്കുമ്പോഴാണ്, സത്വഗുണത്തിൻ്റെ വർധനയാണത്രേ ശരിക്ക് സ്വർഗം. അതാണ് ആ കാര്യങ്ങളാണ് ഇപ്പം ഇതിൽ പറഞ്ഞത് അല്ലേ. സത്വഗുണത്തിൻ്റെ അത് വളരെ നന്നായിട്ട് പറഞ്ഞു ഇതിൽ കേട്ടോ അല്ലേ. എത്ര ഭഗവാൻ നമുക്ക് എല്ലാറ്റും നമ്മൾ പറയുന്നത് ശരിയല്ല എന്നല്ല, അതിനൊക്കെ ഇൻ ഡെപ്ത് മീനിങ് ഉണ്ട്. അതിൽ നമുക്കറിയാത്ത പല അർത്ഥങ്ങളും അതുണ്ടെന്നാണ്. ഇപ്പോൾ ശ്രീ ഒക്കെ പറഞ്ഞില്ലേ, ഉള്ളതിൽ തൃപ്തി, എത്ര ശരിയത്. അപ്പോൾ ദയാഭിമാനം തന്നെയാണ് നമ്മുടെ മൂർഖത്വം. പിന്നെയോ ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗമാണ് നിവൃത്തി മാർഗം. അതായത് സംസാരത്തിൽ നിന്ന് നിവൃത്തി നേടാൻ ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്ന തെറ്റായ നിയന്ത്രണമില്ലാത്ത ഭൗതികമായ മാർഗമാണ് പ്രവൃത്തി മാർഗം. പിന്നെയോ സ്വർഗം എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിൻ്റെ വർധനയാണ്. എന്നുവെച്ചാൽ മനസ്സ് നല്ല പരിശുദ്ധമാകുമ്പോൾ സ്വർഗസുഖമാണ് നമുക്ക്. അതന്നെയാണ് ഇതിൽ പറയണത്. അപ്പോൾ മൂർഖോ ദേഹാദ്യഹം ബുദ്ധി പന്ഥാമന്നിഗമസ്മൃത ഉത്പതശ്ചിത്തവിക്ഷേപ സ്വർഗസത്വഗുണാദയ. ഈ 3 ശ്ലോകം കഴിഞ്ഞാൽ ഈ അധ്യായം കഴിഞ്ഞു. നരകസ്തമ ഉന്നാഹോ ബന്ധുർ ഗുരുരഹം സഖേ ഗൃഹം ശരീരം മാനുഷ്യം ഗുണാഢ്യോ ഹ്യാഢ്യ ഉച്യത്തെ. നരക തമ ഉന്നാഹ. നരകം എന്നത് എന്താണ്? തമോ ഗുണത്തിൻ്റെ. സ്വർഗം പറഞ്ഞില്ലേ, സത്വഗുണം വർദ്ധിച്ച് നല്ല ശുദ്ധ സത്വത്തിനോട് അടുക്കുമ്പോഴാണ് സ്വർഗ സുഖം നമുക്ക് മനസ്സിനുണ്ടാവണത്. എന്നാൽ നരകച്ച എന്താ? തമസിൻ്റെ ആധിക്യം, തമോ ഗുണം, അസൂയ, ആലസ്യം, എല്ലാവരോടും ദേഷ്യം, അവനവനോട് ദേഷ്യം, ഇതൊക്കെയാണ് തമോ ഗുണേ. അപ്പോൾ അതല്ലേ നരകം. നരകം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊരു നരകമല്ല, നമ്മുടെ മനസ്സിൽ തന്നെയാണ് നരകവും സ്വർഗവും എന്നാണ് അപ്പോൾ ഇത് പറയണത്. സത്വഗുണം വർദ്ധിക്കുമ്പോൾ സ്വർഗം മനസ്സിൽ അനുഭവിക്കുന്നു, തമോ ഗുണം വർദ്ധിക്കുമ്പോൾ നരകം. പിന്നെയോ ബന്ധുഹു ഗുരുഹു ഹേ സഖേ. യഥാർത്ഥ ബന്ധു ഗുരു തന്നെയാണ്, നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ആൾ തന്നെയാണ്, അല്ലാണ്ട് വെറും സഹോദരങ്ങളൊന്നുമല്ല. പിന്നെയോ സ ച അഹം. ആ ഗുരു ആരാണ്? ഞാൻ തന്നെ. എനിക്കതാണ് ഭാഗവതം വളരെ ഇഷ്ടം. നമുക്ക് പുറത്തൊരു ഫിസിക്കൽ ഗുരു ഇല്ലെങ്കിൽ ഒരു വിരോധവും ഇല്ല എന്ന് ഭഗവാൻ പല 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 ദിക്കിൽ പറയുന്നുണ്ട്. ഞാൻ തന്നെയാണ് എല്ലാവരുടെയും ഗുരുവേ. അപ്പം എന്നെ എല്ലാവരിലും കാണാം. അപ്പോൾ ഒരു ഫിസിക്കലായിട്ടൊരു ഗുരു വന്നാൽ അവരിലും എന്നെ കാണാം. പക്ഷേ വേണമെന്നില്ല, ഞാൻ തന്നെയാണ് എല്ലാവരുടെയും ഗുരു. നോക്കൂ പറയുന്നുണ്ട്, നോക്കൂ. നരകഹ തമ ഉന്നാഹ. തമോ ഗുണം വളരുമ്പോൾ നരകം. ബന്ധു ഗുരു ഹേ സഖേ. ബന്ധു പറഞ്ഞ ഗുരു തന്നെയാണ്. ആ ഗുരു ആരാണ്? അഹമേവ. ഞാൻ തന്നെയാണ് ആ ഗുരുന്ന്. ഗൃഹം മാനുഷ്യം ശരീരം. ഗൃഹമെന്നത് മനുഷ്യ ശരീരമാണ്. ഗുണാഢ്യ ആഢ്യ ഉച്ചതേ. ഗുണപരിപൂർണനാണ് ആഢ്യൻ. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളാണ് ആഢ്യൻ. അല്ലാണ്ട് വെറും ധനികനല്ല ആഢ്യൻ എന്ന് പറയേണ്ടത് എന്നാണ് അതിൽ പറഞ്ഞത് അല്ലേ. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ നരകം. പിന്നെ ഗുരു തന്നെയാണ് ബന്ധു. ആ ബന്ധു അല്ലെങ്കിൽ ആ ഗുരു വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഗൃഹം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം തന്നെയാണ് ഗൃഹം എന്ന് പറയണു അല്ലേ. മനുഷ്യ ശരീരം തന്നെയാണ് ഗൃഹം. പിന്നെയോ നല്ല ഗുണങ്ങൾ പരിപൂർണ്ണമാവണ തന്നെയാണ് നമുക്ക് ധനം. വെറും ഈ ഭൗതിക സ്വത്തുള്ള ആളല്ല ധനികൻ. ഗുണാഢ്യൻ എന്ന് പറയണം, ഗുണങ്ങൾ തികഞ്ഞ ആളാണ്. അതാണ് പറഞ്ഞത്. നരകസ്തമ ഉന്നാഹോ ബന്ധുർ ഗുരുരഹം സഖേ ഗൃഹം ശരീരം മാനുഷ്യം ഗുണാഢ്യോ ഹ്യാഢ്യ ഉച്യതേ. ഗുണങ്ങൾ നിറഞ്ഞവനെയാണ് ഗുണാഢ്യൻ. അതാണ് ശരിക്ക് ധനികൻ. ഇനി 44. ദരിദ്രോ യസ്തു സന്തുഷ്ട കൃപണോ യോജിതേന്ദ്രിയ ഗുണേഷ്വസക്തധീരീശോ ഗുണസംഗോ വിപര്യ യസ്തു അസന്തുഷ്ട സ ദരിദ്ര. എന്താണ് പറയണത്? എത്ര കിട്ടിയാലും തൃപ്തി ഇല്ലാത്ത ആളാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. മനോദാരിദ്ര്യം എന്ന് നമ്മൾ പറയൂലോ. മനസ്സിലാണ് ദാരിദ്ര്യവും സമ്പത്തും ഒക്കെ. ഉള്ളതിൽ നല്ല സന്തോഷിച്ച ധനികനായി അല്ലേ. എത്ര ഉണ്ടായാലും പോരാന്നുള്ളൊരു തോന്നലാണ്. അതൃപ്തിയാണെങ്കിൽ അയാൾ ദരിദ്രനാണ്. അതാണെന്നിൽ പറഞ്ഞത്. എത്ര കിട്ടിയാലും പോരാന്നുള്ള സന്തോഷമില്ലാത്ത ആളാണ് ദരിദ്രൻ. യസ്തു അസന്തുഷ്ട സ ദരിദ്ര യഹ ജിതേന്ദ്രിയ സഹ കൃപണ. പിന്നെയോ നിർധനനല്ല ദരിദ്രൻ. എത്ര കിട്ടിയാലും സന്തോഷമില്ലാത്ത ആളാണ്. പിന്നെയോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളാണ്
ശോചനീയൻ എന്ന് പറയുന്നത്. കൃപണൻ. ആരാ കൃപണൻ? ഇന്ദ്രിയങ്ങളെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ആളാണ് ശരിക്കും പറയാച്ചാൽ കൃപണൻ. പിന്നെ ഗുണേഷു അസക്തധീഹി ഈശഃ. ഗുണങ്ങളിൽ അനാസക്തനായിട്ടുള്ള ആളാണ് സ്വതന്ത്രൻ. വെറും രാജാവല്ല, ഈശൻ ചപ്പട്ട രാജാവെന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ രാജാവ് സ്വതന്ത്രനാണ് പറയുമല്ലോ, വേറെ ആരുടെയും കീഴിലല്ലല്ലോ. അങ്ങനെയല്ല, രാജാവൊക്കെ പിന്നെ എന്താണ് പിന്നെ കീഴിൽ തന്നെയാണ്. ആരാണ് ശരിക്ക് സ്വതന്ത്രൻ? രാജാവല്ല, ഗുണങ്ങളിലൊന്നും ആസക്തി ഇല്ലാത്ത ആൾ, സത്വരജസ്തമോ ഗുണങ്ങളിൽ ആസക്തി ഇല്ലാത്ത ആൾ. പിന്നെയോ വിഷയങ്ങളിൽ ആസക്തനായിട്ടുള്ള ആളാണ് ഗുണസംഗ വിപര്യാഭവതി. വിഷയങ്ങളിൽ ആസക്തനാണ് അസ്വതന്ത്രൻ എന്ന് പറയുകയാണ്. അതായത് എന്താ പറയണ വെച്ചാൽ നിർധനനല്ല ദരിദ്രൻ. ആരാണ്? കിട്ടിയതിൽ സന്തോഷമില്ലാത്ത ആളാണ്. പിന്നെയോ പിന്നെ കൃപണൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വളരെ ദയനീയമായ അവസ്ഥയിലുള്ള ആളാണ്. കാരണം ഇന്ദ്രിയങ്ങളുടെ വെറും അടിമയായിട്ടുള്ള ആളാണ് കൃപണൻ, അല്ലെങ്കിൽ ശോചനീയാവസ്ഥയിലുള്ള ആൾ. പിന്നെയോ ഗുണങ്ങളിൽ അനാസക്തനായിട്ടുള്ള ആളാണ് ശരിക്ക് സ്വതന്ത്രൻ, രാജാവൊന്നുമല്ല. വിഷയങ്ങളിലൊക്കെ ഭയങ്കരമായി ആസക്തിയുള്ള ആളൊക്കെയാണ് അസ്വാതന്ത്ര്യം. കാരണം വിഷയങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും അധീനനാണ്, അപ്പം അസ്വതന്ത്രനല്ലേ. അപ്പോൾ വിഷയാസക്തൻ സ്വാതന്ത്ര്യമില്ലാത്തവൻ, വിഷയത്തിൽ ആസക്തി ഇല്ലാത്തവൻ സ്വതന്ത്രൻ. ഇനി 45 കൂടി വായിച്ച് നമുക്ക് നിർത്താം. ദരിദ്രോ യസ്തു അസന്തുഷ്ട കൃപണോ യോജിതേന്ദ്രിയ ഗുണേഷ്വസക്തധീരീശോ ഗുണസംഗോ വിപര്യ. ഗുണത്തിൽ സംഘം ഉണ്ടായാൽ അസ്വതന്ത്രനായി, ഗുണത്തിൽ അസംഘം ഉണ്ടായാൽ സ്വതന്ത്രനായി. ഇനി 45. ഏത ഉദ്ധവത്തെ പ്രശ്നാഃ സർവ ഏവ നിരൂപിതാഃ കിം വർണ്ണിതേന ബഹുനാ ലക്ഷണം ഗുണദോഷയോഃ ഗുണദോഷദിശിർദോഷോ ഗുണസ്തൂഭയവർജിതഃ. എന്താ പറഞ്ഞ്? ഹേ ഉദ്ധവ, ഉദ്ധവനോട് പറയാണ്, തേ സർവേ പ്രശ്നഃ, അങ്ങയുടെ എല്ലാ ചോദ്യങ്ങളും നിരൂപിതാഃ. ഇപ്പം ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഒരുവിധം ഉത്തരം പറഞ്ഞു എന്ന്. ഹേ ഉദ്ധവ, തേ സർവേ പ്രശ്നാഃ നിരൂപിതാഃ. അങ്ങ് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഒരുമാതിരി ഞാൻ ഉത്തരം പറഞ്ഞു. ഇനി പറയാണ്, ഗുണദോഷങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ ചുരുക്കിയിട്ട് അവിടെ സാമാന്യ ലക്ഷണം പറയാം. ഒരു ജനറലായിട്ട് ഞാൻ ആദ്യം ഒരു ജനറലായിട്ട് പറയാം. എന്താണ്? ബഹുന വർണ്ണിതേന കിം. എന്തപ്പം അധികം പറഞ്ഞുകൊണ്ട് കാര്യം? ബഹുന വർണ്ണിതേന, കുറേ വർണ്ണിച്ചിട്ട് എന്താ കാര്യം, കുറേ പറഞ്ഞിട്ട് എന്താ കാര്യം? ഗുണദോഷദൃശി ദോഷ ഗുണസ്തു ഉഭയവർജിത. ഒന്നേ ഉള്ളൂ ഇതിൻ്റെ ചുരുക്കം. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ വെച്ചാൽ, ഗുണമെന്നും ദോഷമെന്നുമുള്ള ആ ഭേദഭാവന തന്നെ അരുത്. ഓ ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ് എന്നുള്ള ഭേദഭാവന തന്നെ ശരിക്ക് പറയാച്ചാൽ ദോഷമാണ്. എല്ലാറ്റിലും ബ്രഹ്മത്തിനെ കാണുന്ന ആൾക്ക് ഇത് നല്ലതാണ് ഇത് ചീത്തയാണ് തോന്നില്ലല്ലോ. എല്ലാറ്റിലും ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ നല്ലതിലും ചീത്തയിലും ഒക്കെ ഭഗവത് ചൈതന്യം തന്നെയാണ്. നല്ല ആളാണ് ചാലും ചീത്തയാണ്. അപ്പോൾ ആ ഭേദഭാവന തന്നെയാണ് ശരിക്ക് ദോഷം. ഗുണമാണ് ദോഷമാണ്, ഇത് നല്ലതാണ് ചീത്തയാണെന്നുള്ള ആ ഒരു ഭേദ ദൃഷ്ടി ഉണ്ടല്ലോ, അതന്നെയാണ് ദോഷം. ആ രണ്ടിനെയും, അതായത് ഗുണദോഷങ്ങളെ അതിക്രമിച്ചാലോ അതന്നെയാണ് ഗുണവും. ഇതാണ് ഗുണദോഷങ്ങളുടെ ഒരു ചുരുക്കത്തിലുള്ള ലക്ഷണം. എന്താണ്? ഭേദഭാവന ഇല്ലാതിരിക്കൽ ഗുണം, ഭേദഭാവന ഉള്ളത് ദോഷം. ഗുണദോഷങ്ങളുടെ ലക്ഷണം ജനറലായിട്ട് പറയാച്ചാൽ ഒന്നിനെയും നല്ലതാ ചീത്താന്ന് നമ്മളെ ജഡ്ജ് ചെയ്യാതിരിക്കുക, അതാണ് ഗുണം. ഒന്നിനെയും ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ്, ഇത് പിന്നെ അയാൾ നല്ല സ്വഭാവമാണ്, ഇത് ചീത്ത സ്വഭാവമാണ്, ഹൂ ആർ വി ടു ജഡ്ജ് നമ്മൾ ചോദിക്കൂല. അതുപോലെ ഈ ഗുണത്തിനെയും ദോഷത്തിനെയും ജഡ്ജ് ചെയ്യാതിരിക്കലാണ് ശരിക്കും ഗുണം. അതിനെ എപ്പോഴും ഗുണദോഷങ്ങളിലെ കാര്യങ്ങൾ പറയുകയും എന്നിട്ട് ഒരാളെ ദേഷ്യാവുക അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇഷ്ടമല്ല, അതാണത്രേ ദോഷം. ഗുണം എന്നും ദോഷം എന്നും വിചാരിക്കണത് തന്നെയാണ് ദോഷം.
ഗുണദോഷങ്ങൾക്ക് അതീതമായി വിചാരിക്കാൻ സാധിച്ചാൽ അതാണ് ഗുണം. ഇതാണ് ഗുണദോഷങ്ങളുടെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇത് നിർത്തണത് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്താ ഗുണം ദോഷം എന്ന് ഞാൻ ചുരുക്കി പറയാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഒന്നിനും ഭേദഭാവന ഇല്ലാതിരിക്കൽ തന്നെയാണ് ഗുണം. എല്ലാറ്റിലും ഭേദഭാവന ഉണ്ടാവണം തന്നെയാണ് ദോഷം. ഏത ഉദ്ധവ തേ പ്രശ്നാഃ സർവ ഏവ നിരൂപിതാഃ കിം വർണ്ണിതേന ബഹുനാ ലക്ഷണം ഗുണദോഷയോഃ ഗുണദോഷദൃശിർദോഷോ ഗുണസ്തൂഭയവർജിതഃ. ഇതാണ് ഗുണദോഷങ്ങൾ ചുരുക്കത്തിലുള്ള ഒരിത് എന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടെ നിർത്തുകയാണ്. ഈ ഒരു ഏകാദശം 19 അധ്യായം ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇത് പറഞ്ഞിട്ട് അതായത് ഗുണത്തിനെയും ദോഷത്തിനെയും കാണാതിരിക്കുന്നത് തന്നെയാണ് ഗുണം, ഗുണദോഷങ്ങളെ കാണുന്നതിന് ദോഷമാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ അത് നിർത്തുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഏകാദശസ്കന്ധേ 19 അധ്യായ സമാപ്തഃ. അല്ലേ? നോക്കട്ടെ, സമയം കൂടി നോക്കട്ടെ കേട്ടോ. ആയിട്ടുണ്ടാവും. അയ്യോ ആയി നിർത്തട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.